ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ റീലുകൾ മാത്രമുള്ള കാണുന്നൊരു കാലമാണ്. ഈ കാലത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച, യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ചിറകിൽ ഫോണൊന്നും നോക്കാതെ എങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത് തന്നെ ഒരു ത്യാഗമാണ്. ഈ ത്യാഗത്തിൻ്റെ മുമ്പിൽ അല്പനേരം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞത്, പുതിയ കാലത്തോട് ലീഗിന് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പണ്ട് ലീഗിന് ഇഷ്ടമില്ലാത്ത കുറേ മനുഷ്യന്മാരുണ്ടായിരുന്നു. ലീഗിന് നല്ല ഇഷ്ടപ്പെടാൻ ഒരുപാട് സമർപ്പണമാണ്, അതിലൊരു സംശയവുമില്ല. ഒരു ലീഗ് ഉണ്ടാക്കി കൊടുത്ത ബൈത്തുറഹ്മകളൊക്കെ എണ്ണാതിരിക്കുകയാണ് നല്ലത്. CH സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത്രമേൽ സമ്പന്നമാണ്. നമ്മുടെ നാട്ടിൽ 1937 മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി അഭിനന്ദനായ അറക്കൽ അബ്ദുറഹ്മാൻ അലി രാജ പ്രസിഡൻറ്റും സത്താർ സേട്ടു സാഹിബ് സെക്രട്ടറിയും അഭിനന്ദനായ CP മമ്മൂക്കേയി ട്രഷററുമായി കൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ മലബാർ ജില്ലാ കമ്മിറ്റി രൂപം കൊണ്ടപ്പോൾ അതിനൊരു വളണ്ടിയർ ടീം ഉണ്ടായി. ആ വളണ്ടിയർ ടീം ക്യാപ്റ്റൻ്റെ പേര് മൊയ്തു എന്നാണ്. മൊയ്തു സാഹിബ് ജസ്റ്റിസ് ഇ മൊയ്തു എന്ന് പിന്നീട് അറിയപ്പെട്ട പ്രശസ്തനായ നിയമജ്ഞനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അത്രമേൽ ഭരണ ലീഗിൻ്റെ പ്രവർത്തകർ നിർവഹിക്കേണ്ടത് അനിവാര്യതയാണ്. അത് പുതിയ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരങ്ങളൊക്കെ ലീഗിന് ഇഷ്ടമുള്ള ആളായിരിക്കും. പക്ഷേ അത് ഫോളോവേഴ്സാണ്. അവർ ലീഗുകാരാണോ ലീഗിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഈ മുമ്പിലിരിക്കുന്ന ഈ മനുഷ്യന്മാരുണ്ടല്ലോ, ഇവരുണ്ടാക്കിയ ലീഗ് എന്ന് പറയുന്നത് അത് ലീഗ് ഹൃദയത്തിലേറിയ ലീഗാണ്. ആ ഹൃദയത്തിലേറിയ ലീഗിന് ഫോളോവേഴ്സാണ്. ഈ എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ പറ്റി പറയും. എന്നിട്ട് പരിപാടി നടത്തിയിട്ട് മൈക്കൊക്കെ ഊരി വെച്ചിരുന്ന സമയത്ത് പറയും, എങ്ങനെയുണ്ടെന്ന് പരിപാടി, എന്തൊരു സംഭവമായിരുന്നു പരിപാടി. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജിയെ സംബന്ധിച്ച് പറയുക എന്നതും സമൂഹത്തിൽ പുതിയ കാലത്തുണ്ടായിരിക്കുന്ന കമ്മ്യൂണിസവും ഫാസിസവും ഉണ്ടാക്കിയ അപകടങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്തുക എന്നതുമാണ് ചിറക് എന്ന ക്യാമ്പയിനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഈ സംവിധാനം നമ്മളോട് ചേർന്നു നിന്ന ഒരു പ്രസ്ഥാനമാണ്. എത്രമേൽ എന്ന് ചോദിച്ചാൽ, നമ്മുടെ 1817 ആകുമ്പോഴേക്ക് മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന് ഇങ്ങനെ രൂപപ്പെടലുകൾ നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നേതൃത്വം നൽകിയ മുഴുവൻ മനുഷ്യരും ബ്രിട്ടനെതിരെ പടപുരുതിയ നേതാക്കന്മാരാണ്. മമ്പ്രത്ത് തങ്ങളും മമ്പ്രത്ത് തങ്ങളുടെ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളും അഭിനന്ദനായ മമ്പ്രത്ത് തങ്ങളുടെ സമകാലികനായ വെളിയങ്കോട്ടെ കാക്കത്തറയിൽ കാദിയാരകത്ത് ഉമർ ഖാദിയും പാണക്കാട്ട് തങ്ങളുടെ വല്യാപ്പ പാണക്കാട്ട് സയ്യിദ് ഹുസൈൻ ഷിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളും. ഈ ഹുസൈൻ ഷിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളാണ് പാണക്കാട് ആദ്യം വീട് വെച്ച് താമസിച്ച തങ്ങൾ. അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ അന്നത്തെ എല്ലാ മനുഷ്യരും ബ്രിട്ടനെതിരെ സമരം ചെയ്ത മനുഷ്യരാണ്. നമ്മളിവിടെ സമരം ചെയ്യുമ്പോൾ അവിടെ കോളേജ് ഉണ്ടാക്കുകയും 1948 നമ്മുടെ നാട്ടിലൊരു ഫറൂഖ് കോളേജ് സംഭവിക്കുന്നത്. ഫറൂഖ് കോളേജിൻ്റെ പിറകിൽ മുസ്ലിം ലീഗ് വഹിച്ച ത്യാഗത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ സംബന്ധിച്ച് ജംഷീർ സംസാരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. ഈജിപ്തിലേക്ക് അബുസബാ അഹമ്മദ് അലി സാഹിബ് പഠിക്കാൻ വേണ്ടി പോവാണ്. പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ മൗലാന ബ്രിട്ടനിലെ ഇവിടെ പറയപ്പെട്ട വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കപ്പലിലുണ്ട്. അബുസബാഹിനെ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിച്ചു നിന്ന് പറഞ്ഞു, നിങ്ങൾ മലബാറിലേക്ക് തിരികെ പോവുകയും പഠനം പൂർത്തിയാക്കി തിരികെ പോവുകയും തിരികെ പോയതിനു ശേഷം മലബാറിലെ മുസ്ലിം ഉമ്മത്തിന് പഠിക്കാനുള്ള സ്ഥാപനം ഉണ്ടാക്കാനുള്ള നേതൃത്വം നൽകണമെന്ന ഉപദേശമാണ്. ഈജിപ്തിൽ അദ്ദേഹം ഇറങ്ങുകയും മൗലാന ഈജിപ്തിൽ നിന്ന് നേരെ ബ്രിട്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ പോവുകയും ചെയ്യും. അദ്ദേഹം ബ്രിട്ടനിൽ വെച്ച് അന്തരിക്കുന്നു. മസ്ജിദുൽ മുഖദ്ദസിലേക്ക് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഈജിപ്റ്റ് വഴിയാണ്. ഈജിപ്തിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പൊതുദർശനത്തിന് വേണ്ടി വെച്ചപ്പോൾ കാണാൻ പോയവരിൽ അബുസബാഹ് മൗലവിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ആ മയ്യത്തിൻ്റെ മുഖം കണ്ടപ്പോൾ ആ തേജസ്സുള്ള മുഖം ചോദിക്കുന്നത് പോലെ തോന്നിയത്രേ, നിങ്ങളിപ്പോഴും പോയില്ലേ അബുസബാഹ്? അദ്ദേഹം തിരിച്ചു മലബാറിലേക്ക് യാത്രയാകാൻ ഒരു പ്രചോദനം അവിടെ നിന്ന് ആരംഭിക്കുക. പിന്നീട് കുഞ്ഞുമായനാജ്, കോഴിക്കോട്ടെ കാതിരിക്കോയ ഹാജി, കോഴിക്കോട്ട് അങ്ങാടിയിൽ ആൾക്കാർ ലീഗിൻ്റെ കൊടി പിടിക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ കാതിരിക്കോയ ഹാജി കൊടി പിടിച്ചുകൊണ്ടാണ് കോഴിക്കോട്ട് ലീഗ് ഉണ്ടായത്. സ്വന്തം വീടും പറമ്പും പണയം പെടുത്തിയിട്ടാണ് ഫറൂഖ് കോളേജിന് വേണ്ടി കൊടുത്തത്. സീതി സാഹിബിൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് മണപ്പാട്ട് അബ്ദുൽ ഹാജി 103 ഏക്കർ മുണ്ടാർ എസ്റ്റേറ്റ്, 53 ഏക്കർ മുനമ്പം എസ്റ്റേറ്റ്.
കൊടുത്തതാണ്. അഭിനന്ദനായ ഖായിദെ മില്ലത്ത് ഉൾപ്പെടെയുള്ളവർ, ബാഫക്കി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ, പുളിയാളി അബ്ദുൽ ഹാജി, എൻ്റെ 25 ഏക്കർ ഭൂമി എൻ്റെ സമുദായത്തിൻ്റെ ഗുണത്തിനും എൻ്റെ പരലോക മലബാറിൽ 1948 കോളേജ്, 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നു, 50 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു, 1952 സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അന്ന് മുസ്ലിം ലീഗ് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ മുസ്ലിം ലീഗിനകത്തൊരാശങ്ക ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ എങ്ങനെ പണം നമുക്കില്ല, എങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക? ഫണ്ടിൽ പൈസ ഇല്ല, മുസ്ലിം ലീഗിന്റെ ഫണ്ടിൽ. 2, പുറത്തുള്ള പാർട്ടികൾ അവർ പറഞ്ഞത് ലീഗിനൊരു 6 മാസത്തെ ആയുസ്സുണ്ടാവുള്ളൂ. ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എന്തുണ്ടാക്കാനാണ്? ഈ സമയത്താണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. കാസർഗോഡും കണ്ണൂരും വയനാടും മലപ്പുറവും പാലക്കാടും തൃശ്ശൂർ ജില്ലയുടെ ചാവക്കാട് വരെയുള്ള പ്രദേശവും നിലമ്പൂരിലെ നാടുകാണി ചുരം കയറി മുകളിലേക്ക് പോകുമ്പോഴുള്ള ഗൂഡല്ലൂർ ഉൾപ്പെടെയുള്ള ഈ മലബാർ ജില്ല ഒരൊറ്റ ജില്ലയാണ്. ആ ജില്ലയിൽ മുസ്ലിം ലീഗ് 5 സ്ഥാനാർത്ഥികളെയാണ് വിജയിപ്പിച്ചെടുത്തത്. തിരൂരിൽ നിന്ന് അഭിനന്ദനായ കോട്ട ലുപ്പി സാഹിബ് തലശ്ശേരി കോട്ടയത്തുകാരനാണ്. അദ്ദേഹം തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കീഴടത്ത് ദാമോദരനെയാണ്. പാട്ടബാക്കി എന്ന നാടകമാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കമ്മ്യൂണിസം ഉണ്ടാവാൻ കാരണമായത്. അത് എഴുതിയത് കീഴടത്ത് ദാമോദരനാണ്. കീഴടത്ത് ദാമോദരന് കെട്ടിവെച്ച ക്യാഷ് നഷ്ടപ്പെട്ടു എന്ന്. കോട്ടക്കലിൽ നിന്ന് ചാക്കീരി അഹമ്മദ് കുട്ടി ജയിക്കുന്നു. മലപ്പുറത്ത് ദ്വയാംഗ മണ്ഡലമാണ്, അവിടെ സീതി സാഹിബും എം ചടയനും ജയിക്കുന്നു. പെരിന്തൽമണ്ണയിൽ KK മുഹമ്മദ് ഷാഫി ചന്ദ്രികയുടെ പത്രാധിപർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. 5 MLA മാർ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നേരത്തെ അവിടെ പരാമർശിക്കപ്പെട്ട ബഡേക്കണ്ടി പോക്കർ സാഹിബ്, ബി പോക്കർ സാഹിബ്. ഈ 5 ജില്ലകളുണ്ടല്ലോ ഇന്ന് ചേർന്ന് കിടക്കുന്ന മലബാറിലെ ജില്ലകൾ, ആ ജില്ലകളുടെ പഴയ മലബാറിൽ ആദ്യമായി 2ാമതായി വക്കീലായ മനുഷ്യൻ, 5ാമതായി ബിരുദ പഠനം പൂർത്തീകരിച്ച മനുഷ്യൻ, മലബാറിലെ കലാപബാധിത പ്രദേശങ്ങളിൽ ഓടി നടന്ന് പാവപ്പെട്ടവന്റെ ദുരിതമകറ്റുകയും അവർക്ക് ധൈര്യവും സ്ഥൈര്യവും. 5 പേർ, ഒരു MP-യും 5 MLA-മാർ. ഞാൻ 25,000 എന്ന് തന്നെ ബോധപൂർവം പറഞ്ഞതാണ്. നമ്മളിന്ന് 25 പേർ ചേർന്നെടുക്കുന്ന 25,000 അല്ല. ഇതുപോലത്തെ പന്തൽ കെട്ടാൻ, മൈക്ക് കെട്ടാൻ, ലൈവ് കൊടുക്കാൻ അന്നങ്ങനെ സംവിധാനമില്ല. നമ്മുടെ പൂർവികരുണ്ടല്ലോ, നമ്മുടെ വല്യാപ്പമാർ കുപ്പായിടാത്ത, നമ്മുടെ നാട്ടിലെ കൃഷിപ്പണി എടുത്തിട്ട് തേങ്ങടൽ കഴിഞ്ഞാൽ ബാക്കി കൂലിയായി ലഭിക്കുന്ന 4-5 തേങ്ങ അങ്ങാടി കൊണ്ടുപോയി വിറ്റിട്ട് വീട്ടിൽ അടുപ്പെരിയുന്ന കാലത്ത് അവരുടെ കീശകളിൽ ഉണ്ടായിരുന്ന ഓട്ടക്കാലണയും അരയണയും മുക്കാലണയും ചേർത്തു വെച്ച 25,000 രൂപ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞത്, കൊടുത്തേക്കുക, നമുക്കൊരു കോളേജാണ് വേണ്ടത്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് സഞ്ചരിക്കാൻ കാറില്ലാത്ത കാലം, അന്ന് കാർ അനിവാര്യതയാണ്. CH മുഹമ്മദ് കോയ 1952 അദ്ദേഹം മത്സരിക്കുന്നത് കോഴിക്കോട്ടെ മുനിസിപ്പാലിറ്റിയിലാണ്, പരപ്പിൽ വാർഡിലാണ് മത്സരിക്കുന്നത്. അപ്പക്കോയ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഏറ്റവും പ്രബലനായ ഒരു നേതാവിനോടാണ് CH മുഹമ്മദ് കോയ മത്സരിക്കുന്നത്. CH മുഹമ്മദ് കോയ തിരൂരിൽ പ്രസംഗിക്കാൻ വരണം, കാരണം അവിടെ ഉപ്പി സാഹിബ് മത്സരിക്കുന്നുണ്ട്. കോട്ടക്കലിൽ ചാക്കീരിക്ക് വേണ്ടി പ്രചരണത്തിന് വരണം, മലപ്പുറത്ത് സീതി സാഹിബിന് വേണ്ടി പ്രചരണത്തിന് വരണം, എം ചടയന് വേണ്ടി പ്രചരണത്തിന് വരണം, KK ഷാഫി സാഹിബിന് വേണ്ടി പെരിന്തൽമണ്ണയിൽ പ്രചരണത്തിന് വരണം. എങ്ങനെ വരും? ഒരു സ്ഥലത്ത് മത്സരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് പ്രചരണത്തിന് ഓടണം. ഇന്ന് നമുക്ക് അത്ഭുതമാണ്, കാറുണ്ടോ പോകാൻ? ഇല്ല. മുസ്ലിം ലീഗിന്റെ കാറ്, അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കേണ്ട കാറ്, നേതാക്കന്മാർക്ക് സഞ്ചരിക്കേണ്ട കാറ്, അത് വിറ്റു. മലബാറിൽ 10-12 കാറുള്ള കാലത്ത് മുസ്ലിം ലീഗിന്റെ കാറ് വിൽക്കുകയാണ്, നേതാക്കന്മാർക്ക് സഞ്ചരിക്കാനുള്ള കാർ. നമ്മളെ താനൂരിലെ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ നേതാവ് ഉണ്ടായിരുന്നു, SKSF-ന്റെ ഒക്കെ ഒരു നേതാവ്, ഫക്രുദ്ദീൻ തങ്ങളുടെ പിതാവ് അഭിനന്ദനായ PP തങ്ങൾ, താനൂരിലെ പ്രബലനായ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അദ്ദേഹവും CH മുഹമ്മദ് കോയയും കൂടി ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ പോയൊരു കഥയുണ്ട്. കോരങ്ങത്ത് മൈതാനി എന്ന് പറയുന്ന ഒരു മൈതാനിയുണ്ട് തിരൂര്, അവിടെ CH-ന്റെ പ്രഭാഷണമുണ്ട്. ഇവർ പോകുമ്പോൾ വഴിയിൽ ഇവർക്കൊന്ന് ഷേവ് ചെയ്യണം. CH മുഹമ്മദ് കോയക്ക് ഷേവ് ചെയ്യാൻ വേണ്ടി ഒരു കടയിൽ കയറിയപ്പോൾ
ബാർബർ പറഞ്ഞു, ഞാൻ കട അടച്ച് പലക്കെ എടുത്തു വെച്ചു, ഇനി ഷേവ് ചെയ്യാൻ പറ്റൂല. എന്താണ്, ഞങ്ങൾക്കിതൊന്ന് ചെയ്തിട്ട് പോയ പോരെ? അല്ല, ഞാൻ തിരൂരിൽ CH മുഹമ്മദ് കോയയുടെ പ്രഭാഷണമുണ്ട്, അത് കേൾക്കാൻ പോവാണ്. അപ്പൊ PP തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ എത്താതെ ഈ പ്രഭാഷണം തുടങ്ങാൻ കഴിയൂല, നിങ്ങൾ ഷേവ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോകാം. അത് തയ്യാറായില്ല. എനിക്ക് ഒരു തവണ അത് മിസ്സായി പോയിട്ടുണ്ട്, ഇത്തവണ കഴിയൂല. അവസാനം CH പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ CH മുഹമ്മദ് കോയ ഞാനാണ്, നീ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇവര് ഒരുമിച്ച് പോയി. അന്നത്തെ ഒരു കാലം ഇതാണ്. ആ കാലത്താണ് മുക്കന്മാരുടെ ഓരോ പ്രാദേശിക തലങ്ങളിലും ലീഗ് നെഞ്ചേറ്റിയ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർ ഓടി നടന്നാണ് 5 ആളങ്ങ് ജയിപ്പിച്ചത്. ആ ജയിപ്പിച്ചിരുന്നിടത്ത് ഇന്ന് വരെ മുസ്ലിം ലീഗ് ഇല്ലാത്ത നിയമസഭയോ മുസ്ലിം ലീഗ് ഇല്ലാത്ത ഇന്ത്യയിലെ പാർലമെന്റോ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. മുസ്ലിം ലീഗിനെതിരെ അന്ന് മത്സരിച്ച പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് AK ഗോപാലൻ ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ്. അന്ന് ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കാറ്റുകടക്കാത്ത അറകളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു സ്ഥലത്ത് CPI, CPIM, RMP, CMP, ഉത്തരേന്ത്യയിലൊക്കെ ഗ്രാമാന്തരങ്ങളിൽ ഛിന്ന ഭിന്നമായി പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി 1952 മത്സരിച്ച പാർട്ടി ഇന്നില്ല. 1960-കൾക്ക് ശേഷം ഇന്ദിരാഗാന്ധി പുനഃസംഘടിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബോർഡിലേക്ക് നോക്കൂ, ബ്രാക്കറ്റിൽ ഒരു ഐ കാണാം. അന്നുണ്ടായിരുന്ന കേളപ്പൻ കേരളത്തിലെ പ്രബലനായ നേതാവാണ്, കേരള ഗാന്ധി. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് കിസാൻ മസ്ദൂർ പാർട്ടി എന്നാണ്. ആ കിസാൻ മസ്ദൂർ പാർട്ടി നിങ്ങൾ ഇപ്പോൾ എന്തുണ്ടല്ലോ, മുസ്ലിം ലീഗും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചേർന്നാണ് EMSനെ താഴെ ഇറക്കിയത്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഇന്ന് നമുക്ക് കണ്ടുകിട്ടാൻ പോലുമില്ല. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പുതിയ കാലത്തെ പ്രവർത്തകരെ, പുതിയ തലമുറയോട് ഈ ചിറകുയർത്തുന്ന ഒരു കാര്യമുണ്ട്, ഒരു അഭിമാന ബോധം പകരുന്ന ഒരു കാര്യം. 1900 ചെയ്യുമ്പോ നമ്മുടെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. അന്ന് പിടിച്ച കൊടിയാണ് ഈ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക. അന്ന് പ്രഖ്യാപിച്ച ഭരണഘടനയാണ് ഇന്നും നമ്മുടെ ഭരണഘടന. അന്ന് പ്രഖ്യാപിച്ച നയമാണ് ഇന്നും നമ്മുടെ നയം. രൂപീകരിച്ച അതേ പേരിൽ, അതേ കൊടിയിൽ, അതേ നയത്തിൽ നിലനിൽക്കുന്ന ഇന്ത്യയിലെ അപൂർവം രാഷ്ട്രീയ പാർട്ടികളിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് രൂപം നൽകിയ ഇന്ത്യൻ. ഇന്നത്തെ പുതിയ തലമുറയിലെ പ്രവർത്തകരാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രബലമായ ഒരു ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് നമ്മുടേത് എന്നാണ്. 1921 മലബാറിലെ സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങൾ തകർന്നു തരിപ്പണമായ മണ്ണാണ് നമ്മുടേത്. ചിറകിന്റെ ഉദ്ഘാടനത്തിന് പോയി, ചിറക് ക്യാമ്പയിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ചോക്കാട് പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി സമീർ ആണ് എന്നെ പരിപാടിക്ക് വിളിച്ചത്. സമീർ പറഞ്ഞു, പിന്നെ നമുക്ക് മുസ്തഫ സാഹിബ് ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ വീട് തന്നെയാണ്, ഇവിടെ ഇരുന്നിട്ട് അല്പം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുസ്തഫ സാഹിബിൻ്റെ സംസാരം ഇങ്ങനെ പകുതിയായിട്ട് അങ്ങോട്ട് കയറാം, ഡിസ്റ്റർബ് ഉണ്ടാന്ന് കരുതി അവിടെ ഇരിക്കുമ്പോൾ സമീറിൻ്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ രാജ്യം എവിടെയാണ്? ഞാൻ തിരൂരാണെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ തിരൂരങ്ങാടിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ എവിടെയാണ് പഠിച്ചതെന്നൊക്കെ എന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ 1967 SLC കഴിഞ്ഞാലാണ്. ഇപ്പം നിങ്ങളെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു മുസ്ലിം? എൻ്റെ കൂടെ ഒരു ജമീല ഉണ്ടായിരുന്നു, ജമീലെ 8ാം ക്ലാസ്സിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നതിനിടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ വെള്ളിയാഴ്ച പള്ളിക്ക് നിസ്കരിക്കാൻ പോയപ്പോൾ ഉസ്താദ് പറഞ്ഞു, മമ്പുറത്തെ മക്കാമും പള്ളിയൊക്കെ തീ വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്, വാരിയംകുന്നത്ത് കുഞ്ഞാമദാജിയെ പോലത്തെ ആൾക്കാരൊക്കെ കത്തിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, നിങ്ങൾ കണ്ണ് കാണുന്ന ബ്രിട്ടീഷുകാരൊക്കെ കൊന്നു കളഞ്ഞോളി, പടച്ചോൻ സ്വർഗം തന്നോളും. ഇവരൊക്കെ പാടെ ചോക്കാട്ടടുത്തൊരു പിന്നെ പ്ലാന്റേഷൻ നടത്തുന്ന ഒരു സായിപ്പ് ഉണ്ടായിരുന്നു, അയാളെ പിടിക്കാൻ പോയി. JE ഈറ്റൻ എന്നാണ് ഇയാളുടെ പേര്. ഈറ്റൻ സാഹിബിൻ്റെ പിറകോടി, ഇയാൾക്ക് 2 നായ്ക്കളുണ്ട്, അവർ നായ്ക്കളും പിറകോടിയാണ്. ഇയാളെ പെട്ടെന്ന് പിടിച്ചിട്ട് തല വെട്ടിയെടുത്തിട്ട് കുന്തത്തെറിച്ച് ചോക്കാട്ടങ്ങാടി കുത്തി വെച്ചു. നമ്മുടെ നാട്ടിൽ വന്ന ഒരുപാട് വിഭാഗം പട്ടാളക്കാരുണ്ട്. ഒരു സായിപ്പിനെ കൊന്ന കേസായതുകൊണ്ട് വാണിയമ്പലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മനുഷ്യന്മാരൊക്കെ പാടെ വിളിപ്പിച്ചു. ചെണ്ടൊട്ടിയൊക്കെ അറിയിച്ചു, എല്ലാവരും വരണം എന്ന് പറഞ്ഞു. CI പറഞ്ഞു,
നിങ്ങളൊരു സായിപ്പിനെ കൊന്ന കേസാണ്, ഇതിങ്ങനെ വിടാൻ പറ്റൂല. പക്ഷേ ഞാനിതൊരു കോംപ്രമൈസ് ആക്കാൻ തയ്യാറാണ്. നിങ്ങളെല്ലാവരും, ആ തെറ്റിൽ പങ്കെടുത്ത എല്ലാവരും ഇവിടെ ഹാജരാണ്. ഇപ്പോൾ കുറച്ച് ആളുകൾ ഒരു ദിവസം വന്നില്ല, എല്ലാവരും കൂട്ടി നാളെ വരുന്നുണ്ട്. പിറ്റേ ദിവസം പോയി. പിറ്റേ ദിവസം പോയപ്പോൾ ഈ മനുഷ്യരെ എല്ലാവരെയും ഒരു ചതിയായിരുന്നത് ആണ്ട് അറസ്റ്റ് ചെയ്ത്. ഈ പാവപ്പെട്ട മാപ്പിളാർക്ക് ചതി എന്താണെന്ന് അറിയില്ല. മുഴുവൻ പിടിച്ചിട്ട് ചങ്ങലക്ക് കൂട്ടിക്കെട്ടിയിട്ട് കാളവണ്ടികൾക്ക് നടുവിലായി നടത്തിക്കൊണ്ടുപോയി. കൊണ്ടുപോകുന്നതിനിടെ കാളികാവിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ അവിടെ തലയില്ലാത്ത സ്ത്രീകളുടെ ശരീരത്തിൽ അമ്മിഞ്ഞ കുടിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച ഞാൻ കണ്ടിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് കഴുത്തിൽ ചങ്ങല ഒരുങ്ങി മരിച്ചു. നിങ്ങൾക്ക് എന്താണ് തന്നത് അവർ? ഞങ്ങൾക്കൊരു പാട്ട വള്ളം തന്നു. പാട്ട കപ്പ് അറിയാലോ. വൈകിട്ടോടു കൂടി തിരൂർ കൊണ്ടുപോയി വെല്ലൂർ ജയിലിലേക്കാണ് തിരിച്ചെടുക്കുന്നതായിട്ട് അയാൾ അവിടെ അടക്കം ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആൻഡമാൻ സ്കീം പ്രകാരം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നാട് കടത്താൻ വിധിക്കപ്പെട്ട മനുഷ്യരുടെ പേരിൽ ഇയാളുണ്ടായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നാട് കടത്താൻ തീരുമാനിക്കപ്പെട്ടതിന് ശേഷം സെല്ലിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേര് ചോക്കാട്ട് അംശം ദേശത്തെ ചാലുവള്ളി അലവിയാണെന്ന്. അതെ, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്നെ കാണാൻ ഇനി ആരും വരില്ല, കാരണം എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഉപ്പയും മരിച്ചല്ലോ. വീണ്ടും വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ തിരിച്ചയക്കുകയാണ്. പോയി നോക്കിയപ്പോൾ ഇയാൾ പറയുന്നത് എങ്ങനെയാണ്? പാടത്തു മഞ്ഞിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയാത്ത രൂപത്തിൽ ഉള്ള പോലെ എൻ്റെ കണ്ണു മുഴുവൻ കണ്ണുനീരിനാൽ കുതിർന്നു പോയി. എൻ്റെ നേരെ ഓടി വന്നത് വെള്ള തട്ടമിട്ട കാച്ചി തുണിയെടുത്ത് എൻ്റെ ഉമ്മയായിരുന്നു. എൻ്റെ കുട്ടികൾക്ക് സുഖല്ലേ എന്നൊരു ചോദ്യം, കാക്ക മരിച്ചത് അറിഞ്ഞു എന്നൊരു വർത്താനം. ഞങ്ങൾ പരസ്പരം അവിടെ സംസാരിച്ചു നിൽക്കുകയും അല്പസമയം കഴിഞ്ഞപ്പോൾ പിടിച്ചു മാറ്റുകയും ചെയ്തു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോർട്ട് ബ്ലെയർ നഗരി ഞങ്ങളുണ്ടാക്കിയതാണ്. നിങ്ങൾ വണ്ടൂർ ബീച്ച് എന്ന് അടിച്ചു നോക്കി, ഗൂഗിളിൽ എടുത്തിട്ട് വണ്ടൂർ ബീച്ച്. വണ്ടൂരിൽ കടലില്ലല്ലോ, പിന്നെ എങ്ങനെ വണ്ടൂർ ബീച്ച്? വണ്ടൂർ ബീച്ച് ആൻഡമാൻ നിക്കോബാർ പേര് അവിടുത്തെ സ്ഥലപ്പേരുകളായി ഉണ്ട്. നരഭോജികളോടും മലമ്പാമ്പുകളോടും പടവെട്ടി ഈ മനുഷ്യർ അവിടെ ജീവിച്ചു. 10-14 വർഷത്തെ അവിടുത്തെ ജയിൽവാസം. ആ ജയിൽവാസത്തിന് ശേഷം മോചിതനായി നാട്ടിലേക്ക് പോവാൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല. എൻ്റെ നാട്ടിൽ ഇനി ആരും എന്നെ കാത്തിരിക്കുന്നില്ല എന്ന് ബോധ്യമാകാം. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. കൂട്ടുകാരന് നിർബന്ധത്തിന് വഴങ്ങി മദ്രാസിൽ വന്ന് കപ്പലിറങ്ങി, ഷൊർണൂരിൽ വന്ന് ട്രെയിൻ ഇറങ്ങി, ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കയറി, നിലമ്പൂർ ട്രെയിൻ കയറി, വാണിയമ്പലത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വീട്ടിൽ പോലും ഒരു ആൺകുട്ടി പോലുമില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുമെന്ന്. ഈ മുള കൊണ്ടുണ്ടാക്കിയ, മുളയുടെ ഇല്ലിക്കോലുകൾ കൊണ്ടുണ്ടാക്കിയ ഈ വേലി പോലെ കെട്ടിയുണ്ടാക്കിയ വീട്, അതിനകത്ത് മൺവീട്. ആ മൺവീടിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആരാണ് ഇവിടെ ഉണ്ടെന്നറിയില്ലല്ലോ. ഒരു മൺവിളക്കിൻ്റെ പ്രകാശത്തിൽ ഒരു സ്ത്രീ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. ഓടി വന്ന് ഉമ്മാന്ന് വിളിച്ചപ്പോൾ ഉമ്മ ഓടി വന്നിറങ്ങി കിണറ്റിൻകരയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വെള്ളം കോരിക്കൊടുത്തു. മകൻ കുളിച്ച് വന്നപ്പോൾ ഒരു തണുത്ത കഞ്ഞി എടുത്തു കൊടുത്തു. 1934 കഞ്ഞി ഇന്നത്തെ ഒരു കുഴിമന്തിക്ക് തുല്യമാണ്. അത് കുടിക്കുമ്പോൾ ചോദിച്ചു, ഉമ്മാക്ക് ഞാൻ എങ്ങനെ ഇന്ന് വരുമെന്ന് ബോധ്യമായി എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ കുട്ടികൾ വന്നാൽ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വെല്ലൂർ വന്ന് കണ്ടതിന് ശേഷം എൻ്റെ കുട്ടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നും കാട്ടിൽ പോയി ചുള്ളി പെറുക്കിയിട്ട് അങ്ങാടി കൊണ്ടുപോയി വിറ്റിട്ട് അതിന് നെല്ല് വാങ്ങിച്ച് അതുകൊണ്ട് അരിയുണ്ടാക്കി കഞ്ഞിയുണ്ടാക്കി കാത്തിരുന്നത് 10 വർഷമാണ്, 10-ലധികം വർഷമാണ്. ഇങ്ങനത്തെ ഒരുപാട് ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ നാട് തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർ കടന്നുപോയത്. മാപ്പിള ഔട്ടുറേസേജ് ആക്ട്, മാപ്പിള നിർമാർജന നിയമം, മാപ്പിളമാരെ ഇല്ലായ്മ ചെയ്യാനുള്ള നിയമം, മാർഷൽ ലോ, ഗിൻ കച്ചിൻ എന്ന ഗിരിവർഗസേന. MC ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ആനയെ കണ്ടിട്ട് ആനയെ കറി വെച്ച് കഴിച്ച കാട്ടുജാതി സേന നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ പൂർവികരെ അടിച്ചമർത്തി തകർത്തു തരിപ്പണമാക്കിയാണ് അവർ പോയത്. നിങ്ങൾ ഒരു തലക്ക മുതൽ ഈ തലക്ക വരെ നോക്കൂ. അപ്പുറത്ത് ചെമ്പ്രശ്ശേരി തങ്ങൾ,
ഇപ്പുറത്ത് സീതിക്കോയ തങ്ങൾ, ഈ ചാലിയാർ പുഴക്കപ്പുറത്ത് പാലക്കാന്തൊടിക അബൂബക്കർ മുസ്ലിയാർ, കൊന്നാര് തങ്ങൾമാർ, വാരിയങ്കുന്തത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുഞ്ഞിത്തങ്ങൾ, അതിനപ്പുറത്ത് വടക്ക് വീട്ടിൽ മുഹമ്മദ്, തിരൂരങ്ങാടിയിൽ നമ്മുടെ മഞ്ചേരിക്കാരനായ എരിക്കുന്നത്ത് പാലത്ത് മൂലയിൽ ആലി മുസ്ലിയാർ, അതിനപ്പുറത്ത് ഉമ്മൈത്താനകത്ത് പരീക്കുട്ടി മുസ്ലിയാർ. അന്നത്തെ ഓരോ ഷിയാബുതങ്ങന്മാരാണ് ഇവരൊക്കെ. ആ മനുഷ്യരെ മുഴുവൻ ഒന്നുകിൽ നാട് കടത്തുകയോ ഒന്നുകിൽ കൊന്നുകളയുകയോ അല്ലെങ്കിൽ ജയിലിലടക്കുകയോ ചെയ്തു. നേതാക്കന്മാരില്ലാത്തൊരു സമൂഹം, തകർന്നു തരിപ്പണമായ ഒരു സമൂഹം. അസുഖം കാരണം നമ്മൾ മാസ്ക് ധരിച്ചിട്ടാണല്ലോ ഇന്നിരിക്കുന്നത്. അന്ന് വന്ന അസുഖം ഏതാണ്? അന്ന് വന്ന അസുഖം തലമ്മത്തട്ടിയാണ്. ആ തലമ്മത്തട്ടി ബാധിച്ച ഒരു സമൂഹം, ആ സമൂഹത്തെ ഇന്ന് കാണുന്ന പ്രതാപത്തിലേക്ക് നയിച്ചത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. അത് എവിടെയും പറയാൻ കഴിയും. 1952 തെരഞ്ഞെടുപ്പിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കാതെ, ഒരു പ്രസംഗങ്ങൾ നടത്താതെ, വീട് വീടാന്തരം കയറി ഇന്നത്തെ പോലെ വോട്ട് ചോദിക്കാതെ, ലഘുലേഖകൾ കൊടുക്കാതെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ പൂർവികർ, നമ്മുടെ വല്യുപ്പമാരും നമ്മുടെ വല്യമ്മമാരും മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിൽ അമർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ജയിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ ഒറ്റപ്പെട്ടു പോയപ്പോ, നമ്മുടെ കൂരകളിൽ പട്ടിണി ബാധിച്ചപ്പോ, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത കാലത്ത് നമ്മുടെ വീട്ടകത്ത് വന്ന് ഞങ്ങളുണ്ട് കാവൽ കിടക്കാൻ എന്ന് പറഞ്ഞത് ബഡേക്കണ്ടി പോക്കർ സാഹിബിനെ പോലെയുള്ള നമ്മുടെ പ്രഗത്ഭരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് എന്നതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഈ ലീഗിനെ നെഞ്ചേറ്റിയത്. ഞാൻ പറഞ്ഞത്, ഒരു കൊടി പിടിച്ച് കായികമില്ലത്ത് വന്ന് നിങ്ങൾ ഇതിന്റെ പിറകിൽ അണിനിരക്കുക എന്ന് പറഞ്ഞപ്പോഴേക്ക് ആളുകൾ അങ്ങ് അണിനിരന്നതല്ല. ഇതുണ്ടായി വന്നൊരു സാഹചര്യം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം ലീഗ് അങ്ങനെ ഉണ്ടായി വന്നതാണ്. 1930കളിലാണ് സീതി സാഹിബ് തലശ്ശേരിയിലേക്ക് വണ്ടി കയറുന്നത്. അതിനു മുമ്പ് എവിടെയാണ് സീതി സാഹിബ്? കൊടുങ്ങല്ലൂരിലെ സീതി മുഹമ്മദിന്റെ മകനാണ്. കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിലെ പഠനകാലത്ത് തന്നെ പ്രശസ്തരായ കുട്ടിയാണ്. നിങ്ങളുടെ കുട്ടി നല്ല കുട്ടിയാണ് എന്ന് പ്രിൻസിപ്പൽ വിളിച്ചു പറഞ്ഞതിനപ്പുറത്ത് മലയാള മനോരമയുടെ ജനകീയനായ പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയ്ക്ക് ശേഷം മലയാള മനോരമയെ ജനകീയമാക്കിയത് ഗ്രന്ഥകാരൻ കൂടിയായിട്ടുള്ള മാമൻ മാപ്പിളയാണ്. മാമൻ മാപ്പിള ഇതുപോലത്തെ കുട്ടികളാണ് മുസ്ലിം സമുദായത്തിൽ വളർന്നു വരേണ്ടത് എന്ന് പ്രവചിച്ച കുട്ടിയാണ് സീതി സാഹിബ്. മഹാരാജാസ് കോളേജിൽ, എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ മഹാദേവ അയ്യർ സ്വർണ്ണ മെഡലോടുകൂടി പാസ്സായ കുട്ടിയാണ്. തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജ്, ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ 1923 ഡിഗ്രി കഴിയേണ്ട സമയത്ത് 24 ഒരു വർഷം വൈകിയാണ് ഡിഗ്രി കഴിഞ്ഞത്. കാരണം എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചപ്പോ ഇനി എന്തു പഠിക്കണം? തിരുവനന്തപുരത്തെ ലോ കോളേജിൽ പഠിച്ചു. തിരുവനന്തപുരത്തെ ലോ കോളേജിലെ പഠനകാലത്ത് ഗൗരി ശങ്കർ മിശ്രയെയും മഹാനായ ഗാന്ധിജിയെയും പരിഭാഷപ്പെടുത്തി ശ്രദ്ധേയനായി. മദ്രാസിൽ പോയി വക്കീൽ പഠനം പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരികെ വന്നപ്പോ നാട്ടുകാരൊക്കെ പറഞ്ഞു, നിങ്ങൾ കൊച്ചി പ്രജാമണ്ഡലത്തിലേക്ക്, പ്രജാസഭയിലേക്ക് മത്സരിക്കണം. 1928 1930 കൊച്ചി പ്രജാസഭയിലേക്ക് മത്സരിച്ചപ്പോ എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ 2 തവണ കൊച്ചി പ്രജാസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ആളാണ്. എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ ജയിച്ച ആളാണ് സീതി സാഹിബ്. അദ്ദേഹം കൊച്ചി പ്രജാസഭയിൽ MLA ആയിരുന്നു. 1928 നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധിജിയുമുള്ള കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ PCC സെക്രട്ടറി ആരാണെന്ന ചോദ്യത്തിന് ഉത്തരവും സീതി സാഹിബ് ആയിരുന്നു. ആ സീതി സാഹിബാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് തലശ്ശേരിയിൽ വന്ന് താമസിച്ച്, ഒരു വാടക വീട്ടിൽ താമസിച്ച് ചന്ദ്രിക പത്രം 1932 ലീഗ് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയത് സീതി സാഹിബാണ്. 1937 ആകുമ്പോഴേക്ക് മലബാറിലെ തലശ്ശേരിയിലും കോഴിക്കോട്ടും തിരൂരങ്ങാടിയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ശാഖാ കമ്മിറ്റികൾക്ക് രൂപം നൽകിയത് സീതി സാഹിബിന്റെ കൂടി നേതൃത്വത്തിലാണ്. 1937 ആകുമ്പോ മലബാറിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് സീതി സാഹിബ് രൂപം നൽകുന്നു. ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷേ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തോറ്റുപോയി. മുസ്ലിം ലീഗ് തോൽക്കാൻ കാരണം എന്താണ്? വലിയ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരൊക്കെ വന്നു. കുറുമ്പ്രനാട് മണ്ഡലത്തിൽ ബഡേക്കണ്ടി പോക്കർ എന്ന ലീഗിന്റെ ഗ്ലാമർ സ്ഥാനാർത്ഥി തോറ്റുപോയി തങ്ങളാണ്. ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ ജന്മിയാണ്. ജന്മിമാർക്ക് മാത്രം
നികുതി ചീട്ടുള്ളവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് തോറ്റ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് സീതി സാഹിബ് പ്രസംഗിച്ചിടത്ത് ഒരു മനുഷ്യൻ വന്ന് കൈവീശി കാണിക്കും. കോഴിക്കോട്ടങ്ങാടിയിൽ ആ മനുഷ്യന് അരിക്കച്ചവടമാണ്, വടകരയിൽ ആ മനുഷ്യന് കൊപ്ര കച്ചവടമാണ്, റങ്കൂണിലും മലേഷ്യയിലും ബിസിനസ്സുള്ള ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പിന്നീട് പ്രശസ്തനായ കൊയിലാണ്ടിയിലെ ബാഫക്കി തങ്ങളാണ് ലീഗിനെ തോൽപ്പിച്ചത്. കാരണം ജയിച്ചത് അദ്ദേഹത്തിന്റെ അളിയനാണ്. ബാഫക്കി തങ്ങൾ ലീഗിനെ തോൽപ്പിച്ചു. സീതി സാഹിബ് ചെയ്തൊരു പ്രവൃത്തിയുണ്ട്, അതാണ് പുതിയ കാലത്ത് നമ്മൾ നിർവഹിക്കാനുള്ള പ്രവൃത്തി. സീതി സാഹിബ് ചിന്തിച്ചത്, പടച്ചോനെ, ഈ ബുദ്ധിജീവികൾ ഉണ്ടായതുകൊണ്ടൊന്നും ലീഗ് നിലനിന്നൂല, ലീഗിന് ജനകീയരായ നേതാക്കൾ ഉണ്ടാകണം. ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ, കാതിരിക്കോയ ഹാജിയെയും NV ആലിക്കുട്ടി സാഹിബിനെയും കണ്ട് അവരുടെ ശ്രമഫലമായി സീതി സാഹിബിന്റെ തങ്ങളെ അങ്ങ് വരണം, അങ്ങ് ഈ ഉമ്മത്തിന്റെ അമരത്വം ഏറ്റെടുക്കണമെന്ന സീതി സാഹിബിന്റെ അഭ്യർത്ഥന മാനിച്ചുകൂടി ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നു. സീതി സാഹിബിന്റെ ശ്രമഫലമായി ബാഫക്കി തങ്ങൾ ലീഗിലേക്ക് വരികയാണ്. വല്ലാത്തൊരു സംഭവമാണ്. ബാഫക്കി തങ്ങൾ ലീഗിലേക്ക് വന്നു. ബാഫക്കി തങ്ങൾ ലീഗായപ്പോ ഉത്തര മലബാറിലെ സാധാരണ മനുഷ്യന്മാരൊക്കെ ലീഗായി. കോൺഗ്രസുകാരനായിരുന്ന പാണക്കാട്ട് പൂക്കോയ തങ്ങൾ, PMS പൂക്കോയ തങ്ങൾ, ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബിന്റെ ഒക്കെ ശ്രമഫലമായി, സീതി സാഹിബിന്റെ ശ്രമഫലമായി മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നു. പാണക്കാട്ട് തങ്ങളും ലീഗ് അയക്കണമെന്ന് അറിഞ്ഞപ്പോ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ട് ലീഗായി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ലീഗ് ഉണ്ടായത്. സീതി സാഹിബ് ഇങ്ങനെ സഞ്ചരിക്കുക. മൈസൂരിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, സുലൈമാൻ. 1942 MSFിലെ പൊന്നാനിയിലെ ഏറ്റവും പ്രശസ്തമായ സമ്മേളനമുണ്ട്. അല്ല നെഹ്റുജി, മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് CH മുഹമ്മദ് കോയ എന്ന ചെറുപ്പക്കാരൻ പ്രസംഗിച്ച 1942 MSF സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സീതി സാഹിബ് കൊണ്ടുവന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടു എന്ന വിദ്യാർത്ഥി നേതാവാണ്. ഇബ്രാഹിം സുലൈമാൻ സേട്ടു പിന്നെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അഹമ്മദ് സാഹിബിനെ അറിഞ്ഞവരും കൂടെ പ്രവർത്തിച്ചവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എറണാകുളത്ത് ലോ കോളേജിൽ ചേർന്ന അഹമ്മദ് സാഹിബിനെ തിരുവനന്തപുരത്ത് പേര് വെട്ടിച്ചേർക്കണമെന്ന് നിർബന്ധിച്ചിട്ട് എറണാകുളത്ത് പഠിക്കാൻ ഇഷ്ടപ്പെട്ട അഹമ്മദ് സാഹിബ് ദുഃഖത്തോടു കൂടി സീതി സാഹിബിന് മുമ്പിൽ നിന്നപ്പോ, അഹമ്മദേ, നിനക്കൊരു ഫ്ലവറി ലാംഗ്വേജ് ആണ് വേണ്ടത്, ഒരു സാധാ വക്കീലാവേണ്ട മനുഷ്യനല്ല എന്ന്. ആ ഫ്ലവറി ലാംഗ്വേജ് ആണ് ഈ അഹമ്മദിന് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാനുള്ള സ്ഥൈര്യം ഉണ്ടാക്കിയെടുത്തത്. ഓരോ ഇടങ്ങളിലും എഞ്ചിനീയർ കുട്ടിയാമു സാഹിബ്, TP കുട്ടിയാമു സാഹിബിനെ പുതിയ തലമുറക്ക് അറിയില്ല. കേരളത്തിലെ ആദ്യത്തെ മിനാരുള്ള പള്ളി ഏതാണെന്നറിയോ? തലശ്ശേരി പള്ളിയാണ്. രണ്ടാമത്തെ മിനാരുള്ള പള്ളി തിരുവനന്തപുരത്തെ പാളയം പള്ളിയാണ്. തിരൂരങ്ങാടി യത്തീംഖാനക്കും സർ സയ്യിദ് കോളേജിന്റെയും നമ്മുടെ ഫറൂഖ് കോളേജിലെ രാജാ ഗേറ്റിന്റെ ഒക്കെ പ്ലാൻ വരച്ചത് എഞ്ചിനീയർ കുട്ടിയാമു സാഹിബാണ്. TP കുട്ടിയാമു സാഹിബിനെ CH വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ ഷാജഹാൻ എന്നാണ്. കുട്ടിയാമു സാഹിബ് ചന്ദ്രികയുടെ മാനേജിങ് എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രചോദനം ആരാന്ന് ചോദിച്ചു നോക്കിയേ, സീതി സാഹിബാണ്. CHനാരെ കണ്ടെത്തിയത്? സീതി സാഹിബാണ്. ഖായിദെ മില്ലത്തിന്റെ തമിഴ്നാട്ടിൽ ലീഗില്ല, മലബാറിലെ പോലെ. തമിഴ്നാട്ടിൽ ലീഗില്ലാത്തതിന്റെ കാരണം എന്താണ്? അവിടെ ഒരു സീതി സാഹിബ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ലീഗിന്റെ RC ഓണർ ആരാണ്? സീതി സാഹിബാണ്. സീതി സാഹിബാണ് ഇതിന് ഇത്രമേൽ മനോഹാരിതയുണ്ടാക്കിയത്. സീതി സാഹിബാണ് ഇതിന് തറയിട്ടത്, പടവും കഴിച്ചത്, വാർപ്പും കഴിച്ചത്, തേപ്പും കഴിച്ചത്. നമ്മൾ പെയിന്റ് അടിക്കും, ജനൽ വെക്കുകയും ചെയ്തിട്ടുള്ളൂ. സീതി സാഹിബ് രണ്ടാമത് ചിന്തിച്ചു, മലബാറിലെ ജനത മാപ്പിള എന്ന് പറഞ്ഞാൽ എന്താ? മാപ്പിള ഔട്ട് റേസ് ആക്ടിനാൽ തകർത്തുപോയ സമുദായം. ഒരു മനുഷ്യന്റെ മുമ്പിൽ നീറ്റുന്നിട്ട് ഒന്ന് മുഖത്ത് നോക്കാൻ ഭയക്കുന്ന സമുദായം. ഒരു മനുഷ്യന്റെ മുമ്പിൽ നീറ്റുന്നിട്ട് ഞാനൊരു മാപ്പിളയാണെന്ന് കുനിഞ്ഞു നിന്ന് പറയാൻ കഴിയാത്തൊരു സമുദായം. അത്രമേൽ തകർത്തിരുന്നു. ആ മനുഷ്യന്മാർക്ക് നെഞ്ചു വിരിച്ചിട്ട് ഞാനൊരു മാപ്പിളയാണെന്ന് പറയാൻ സ്ഥൈര്യം പകർന്നത് സീതി സാഹിബിനെ പോലത്തെ നേതാക്കന്മാരാണ്. അതിന് അദ്ദേഹം എന്താ ചെയ്തത്? ഇതിനൊറ്റ മരുന്നുള്ളൂ, ഒരു ടോണിക്, ഒറ്റ ഒന്നുള്ളൂ, അത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കൊടുത്താൽ മതി. തിരൂരിലെ ബോയ്സും ഗേൾസും, മലപ്പുറത്തെ ഈ ബോയ്സും ഗേൾസും ഉണ്ടല്ലോ, 1935 സീതി സാഹിബ് ഉണ്ടാക്കിയത്.
കോഴിക്കോട്ട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂൾ, തലശ്ശേരിയിലെ മുബാറക്ക് സ്കൂൾ, വടകരയിലെ ഗവൺമെന്റ് സ്കൂൾ. 1962 സ്പീക്കർ ആയിരിക്കുമ്പോൾ ഹൊയ്മയൂൺ റഷീദ് എന്ന വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് വന്നു. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിനിടെ ഹുമയൂൺ കബീറിനോട് ചോദിച്ചു, എൻ്റെ നാട്ടിൽ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ അനുവദിക്കണം. അതാണ് മലബാറിലെ ആദ്യത്തെ പോളിടെക്നിക്. 1962 തിരൂരിലെ SSM പോളിടെക്നിക് അത് അനുവദിച്ചപ്പോഴേക്ക് സീതി സാഹിബ് മരിച്ചുപോയി. അതുകൊണ്ടാണ് സീതി സാഹിബിന്റെ പേര് അതിന് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ നാട്ടിൽ 1948 കോളേജ്, കോട്ടയത്ത് 1817 കോളേജ്, 131 കൊല്ലം വ്യത്യാസം ഉണ്ട് അവരായിട്ട് നമ്മൾ കോളേജിന്റെ കാര്യത്തിൽ. പോളിടെക്നിക്കിന്റെ കാര്യത്തിലോ 1962 നമ്മുടെ നാട്ടിലെ ആദ്യത്തെ പോളിടെക്നിക്, ഈ 5-6 ജില്ലയിൽ ആദ്യത്തെ പോളിടെക്നിക്. തിരുവനന്തപുരത്ത് അതിന്റെ 30 കൊല്ലം മുന്നേ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. സീതി സാഹിബ് ഉണ്ടാക്കിയതാണത്. തിരൂരിലെ വെട്ടത്ത് പുതിയങ്ങാടിയിലെ ഗേൾസ് സ്കൂളിനോട് ചേർന്ന് സീതി സാഹിബാണ് മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പഠിക്കാനുള്ള മലബാറിലെ ആദ്യത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. അവിടുന്നാണ് ഈ പാത്തുമ്മ ടീച്ചറും ഖദീജ ടീച്ചറും വിലാസിനി ടീച്ചറൊക്കെ പഠിച്ചിറങ്ങിയത്. പിണറായി വിജയൻ പറയാറില്ലേ മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം ലീഗിനാണോ? പിണറായി വിജയന്റെ അട്ടിപ്പേറവകാശം ലീഗിനാണ്. കാരണം പിണറായി വിജയൻ പഠിച്ചത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല. പിണറായി വിജയൻ പഠിച്ച തലശ്ശേരി CH എന്താ ചെയ്തത്? ആദ്യം സീതി സാഹിബ് ഉണ്ടാക്കിയ ചന്ദ്രികയിലൂടെ തുടങ്ങിയത്. BV അബ്ദുള്ള കോയ സാഹിബ് CHനെ അനുസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം CHനെ കാണുന്നത് ഒരു കുട്ടി ചന്ദ്രികയിൽ വന്നിട്ട് വിളിക്കുകയാണ്, ഞാൻ എഴുതിയ ലേഖനം അച്ചടിച്ചു വന്നിട്ടില്ല, ചോദിക്കുകയാണ് BV അബ്ദുള്ള കോയ സാഹിബിനോട്. പിന്നെ ഞാൻ CH എൻ്റെ അണിയായി, ഞാൻ CHന്റെ നേതാവായി, പിന്നീട് ഞാൻ CHന്റെ സഹപ്രവർത്തകനായി, പിന്നീട് CH എൻ്റെ നേതാവായി എന്ന് അബ്ദുള്ള കോയ സാഹിബ്. CH മുഹമ്മദ് കോയ സാഹിബ് ഉൾപ്പെടെയുള്ള ഒരു തലമുറ സീതി സാഹിബ് ഉണ്ടാക്കിയ ചന്ദ്രികക്ക് വിപ്ലവമാനമായ മാറ്റം നൽകിയത് CH ആണ്. ഒരു തെരഞ്ഞെടുപ്പിൽ SK പൊറ്റക്കാടിനെ ലീഗ് പിന്തുണച്ചു. സുകുമാർ അഴീക്കോടാണ് SK പൊറ്റക്കാടിനെതിരെ മത്സരിച്ചത്. SK പൊറ്റക്കാട് അറിയാലോ, വലിയ സാഹിത്യകാരനാണ്, മലയാളിയുടെ അഭിമാനമാണ്. SK പൊറ്റക്കാട് ജയിച്ചിട്ട് ബാഫയ്ക്ക് തങ്ങളെടുത്ത് വരികയാണ്. തങ്ങളെ നിങ്ങളാണ് എന്നെ ജയിപ്പിച്ചത്, തലശ്ശേരി ജയിപ്പിച്ചത് നിങ്ങളാണ്. എന്താണ് പകരം ഞാൻ ചെയ്തു തരേണ്ടത്? കോയപ്പണ്ട് വരും കോയ പറയുന്നു. SK പൊറ്റക്കാട് വിചാരിച്ചു എന്തോ കാര്യപ്പെട്ടതാണ് ഇവരെന്നോട് ആവശ്യപ്പെടാൻ പോകുന്നത്. CH വന്നു. CHും പാർലമെന്റിലേക്ക് ജയിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന്. പറഞ്ഞു, നിങ്ങളാണ് പറഞ്ഞേക്ക് തങ്ങളെ. അല്ല, കോയ പറഞ്ഞു, അല്ല തങ്ങളാണല്ലോ നമ്മളെ കാര്യമൊക്കെയാണ് പറയാറുള്ളത്. തങ്ങൾ പറഞ്ഞു, ചന്ദ്രികയിൽ ഞങ്ങൾക്കൊരു നോവൽ എഴുതി തരണം. അതാണ് 4th Avenue എന്ന് പറയുന്ന SK പൊറ്റക്കാട് എഴുതിയ നോവൽ. ഡൽഹിയിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചിരുന്നത്, ഡൽഹി കേന്ദ്രീകരിച്ചൊരു നോവൽ എഴുതി തരണം. MT, T പത്മനാഭൻ, M മുകുന്ദൻ, കമലാ സുരയ്യ തുടങ്ങി ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് വരെയുള്ള പുതിയ തലമുറയിലെ എഴുത്തുകാർ മുഴുവൻ എഴുതി പഴറ്റിയത് ചന്ദ്രികയിലാണ്. കാരണം ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ്റെ ഒരു ആയുസ് ഒരു 75 വയസ്സൊക്കെയാണ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. VS അച്യുതാനന്ദൻ CH മുഹമ്മദ് കോയേക്കാൾ 5 വയസ്സ് മൂത്താള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. CH മുഹമ്മദ് കോയ മരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ഷുഗറാണ്, ഉറക്കമില്ലായ്മയാണ്, നിരന്തര യാത്രകളാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം ഏതാണെന്നറിയോ? ദുഃഖവുമായി ബന്ധപ്പെട്ട ഈ ഫയലാണല്ലോ മന്ത്രിസഭാ യോഗത്തിന് മുമ്പാകെ വരുന്നതാണ്. ഇത് നോക്കി തീർക്കാതെ ഉറങ്ങാൻ കഴിയില്ല, നീ കൂടി ഇരിക്കുക എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ആ CH ഉണ്ടാക്കിയ ലീഗിനാണോ സമുദായത്തിന്റെ അവകാശം പറയാൻ സമ്മതിക്കൂല എന്ന് തിട്ടൂരം കൽപ്പിക്കുന്നത്? CH മുഹമ്മദ് കോയ വേളൂർ എലിമെന്ററി സ്കൂളിൽ പഠിക്കുമ്പോ കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കാൻ പോകാൻ പൈസ ഇല്ലാത്ത കുട്ടിയായി. ബാഫയ്ക്ക് തങ്ങളുടെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് പഠിച്ചത്. പിന്നീട് ഗവൺമെന്റ് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ തങ്ങൾക്ക് അത് തിരികെ കൊടുത്തു. തങ്ങളുടെ വീട്ടില് തങ്ങൾ പറഞ്ഞ എങ്ങനെയാണ്, പഠിക്കാനുള്ള പൈസ ഞാൻ തരും, ഫീസ് തരും, പുസ്തകത്തിലുള്ള പൈസയും തരും, താമസം തരാൻ കഴിയില്ല. മാണിക്യം വീട് ഉൾപ്പെടെയുള്ള അവിടുത്തെ മുതലാളിമാരെ വീട്ടിൽ താമസിച്ചിട്ട്, അഥവാ ആരാന്റെ വീട്ടിൽ ഉറങ്ങിയിട്ട് ആരാന്റെ കുട്ടിയാൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണ് CH കൊയിലാണ്ടി സ്കൂളിൽ പഠിച്ചത്.
നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉമ്മാനോട് വന്നിട്ട് പറയാണ്, ഉമ്മ ഞാൻ സ്കൂളിൽ ചേർന്നു എന്ന് പറയുമ്പോൾ വാപ്പാനോടൊന്ന് പറഞ്ഞൊക്കെ പുസ്തക സഞ്ചി മാറ്റി വെച്ചിട്ട് വാപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, വാപ്പ ഞാൻ സ്കൂളിൽ ചേർന്നു എന്ന് പറയുമ്പോൾ ഏത് സ്കൂളിലാണ് ചേർന്നത്? കൊയിലാണ്ടി സ്കൂളിൽ. വാപ്പണ്ട് പറമ്പ് കണ്ടിറങ്ങിയിട്ട് വടി എടുത്തിട്ട് പൊതിരങ്ങട് തല്ലി. എന്നിട്ട് പറഞ്ഞു, നിനക്കാരാടാ ശീലക്കൂടെ വാങ്ങിച്ചു തരിക സ്കൂളിൽ പോവാൻ? ഞാൻ ഓലക്കൂടെ ചൂടി സ്കൂൾക്ക് പോയിക്കോളാം വാപ്പ. ശീലക്കൂടെ മേടിച്ചാൽ ആ കുട്ടിയുടെ വാപ്പാന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നുവെങ്കിൽ 1 മാസം അടുപ്പരിയുമായിരുന്നു. ആ കുട്ടിക്ക് അറിയാം. ആ കുട്ടിയാണ്. ഉമ്മ വന്നിട്ട് പറഞ്ഞു, അവന്റെ ഇഷ്ടമല്ല, പഠിച്ചോട്ട് 1 കൊല്ലം കൂടി. പണിക്ക് പോകേണ്ട കാലത്ത് വാപ്പ പഠിക്കാൻ വിടുകയാണ്. കൊയിലാണ്ടി സ്കൂളിൽ പോയി പഠിച്ചു. കൊയിലാണ്ടി സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ MSFന്റെ ജോയിന്റ് സെക്രട്ടറി ആയി. ഇന്നത്തെ ഗുരുവായൂരപ്പൻ കോളേജ് ഉണ്ടല്ലോ, പഴയ സാമൂതിരി കോളേജ്, അവിടെ പഠിക്കുന്ന കാലത്ത് MSFന്റെ മലബാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയി. നേരത്തെ ഇവിടെ പരാമർശിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം നേതാവ് നവാബ് സദാ ലിയാഖത്ത് അലി ഖാൻ കോഴിക്കോട് വന്നപ്പോ ലിയാഖത്ത് അലി ഖാന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് MSF ആരെങ്കിലും ഒരാൾ പ്രസംഗിക്കണം. അദ്ദേഹം കോയ സംസാരിച്ചോട്ടായിരുന്നു. MSFന്റെ പ്രസിഡന്റ് ഹസൻ റിസാ സാഹിബ് CHന്റെ പ്രസംഗം കേട്ടിട്ട് സദാ ലിയാഖത്ത് അലി ഖാൻ ചോദിച്ചു, ഈ കുട്ടികളെ വിട്ടുതരൂല, ഞങ്ങൾ അസറ്റാണിത് വെച്ച്. ഈ സമ്മേളനം കാണാൻ കുറെ ആൾക്കാർ പോയി. CHന്റെ വാപ്പയും പോയി. മെഹബൂബ് എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, CHന്റെ വാപ്പാന്റെ അടുത്ത് ഇങ്ങനെ സമ്മേളനം കാണാൻ ആയിരക്കണക്കിന് ആളുകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് നമ്മൾ. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വലിയ വലിയ മനുഷ്യന്മാർ വരും. ലീഗിന്റെ അന്നത്തെ ഏറ്റവും കൾട്ട് ഫിഗർ എന്ന് പറയുന്നത് അഭിനന്ദനായ ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങളുടെ ആകാര സൗട്ടം കണ്ടവരാണ് പലരും. ബാഫക്കി തങ്ങൾ ആ തലയെക്കെട്ടും കോട്ടക്കെട്ടൊക്കെ നിന്നാൽ തടയാൻ കഴിയാത്ത ഇന്ദിരാഗാന്ധി പോലും ബാഫക്കി തങ്ങളുടെ കാറിന്റെ അടുത്ത് വന്ന് യാത്രയാക്കി എന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയോട് പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചു, അതൊരു പഞ്ചായത്ത് മെമ്പർ പോലെ നിങ്ങൾ പ്രധാനമന്ത്രിയല്ലേ, ആ മനുഷ്യനെ കണ്ടപ്പോൾ അതിലപ്പുറം കഴിഞ്ഞില്ല എന്ന്. പാർലമെന്റ് കാണിക്കാൻ കായികമില്ലത്ത് കൊണ്ടുപോയി. പാർലമെന്റിനകത്തേക്ക് കയറണമെങ്കിൽ MP മാർക്ക് എല്ലാത്തവർക്കും ഫോം പൂരിപ്പിച്ച് പാസ് വാങ്ങിക്കണം. ഈ പാസ് വാങ്ങിക്കാൻ വേണ്ടി കായികമില്ലത്ത് ഫോം പൂരിപ്പിക്കുമ്പോൾ തങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഫോം പൂരിപ്പിച്ചപ്പോൾ തങ്ങളെ കാണാനില്ല. സെക്യൂരിറ്റിയോട് ചോദിച്ചു, ഇവിടെ ഒരു തലക്കെട്ടൊക്കെ ഇട്ട് ആൾ നീന്നല്ലോ, എവിടെ പോയി? ഞങ്ങൾ മൂപ്പരകത്തേക്ക് വിട്ടു. കാരണം ഏതോ ഒരു മുഗള രാജാവേറ്റ വന്നെന്ന് കരുതിപ്പോയി. അതാണ് ബാഫക്കി തങ്ങളുടെ ആകാര സൗട്ടം. ബാഫക്കി തങ്ങളുടെ ആ ആകാര സൗട്ടത്തിന് മുമ്പിൽ പതറാത്ത മനുഷ്യരില്ല. അത് വല്ലാത്തൊരു, തങ്ങളെ സംബന്ധിച്ച് വല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ മദ്രസകളില്ലാത്ത കാലത്തെ നമ്മുടെ നാട്ടിലെ മദ്രസ പഠനങ്ങൾ മുഴുവൻ 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്കൂൾ അന്ന് ഓത്തുപള്ളിയാണല്ലോ, ഓത്തുപള്ളിയിൽ മതപഠനം അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോ മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് ഉണ്ട് വാളക്കുളത്തെ, പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു യോഗം ചേരാണ്. ആ യോഗം ചേർന്നിടത്ത് ബാഫക്കി തങ്ങൾ ഒരുക്കി കൊടുത്ത 1200 രൂപയാണ് നമ്മുടെ നാട്ടിലുണ്ടായ മദ്രസ സംവിധാനങ്ങളുടെ മൂലധനം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ ബാഫക്കി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അങ്ങു മക്കയിലാണ്. 23ാമത്തെ ഹജ്ജ് നിർവഹിക്കാൻ പോയെടുത്തുനിന്ന് താനൂരിലെ ആരിഫ് വക്കീലിൽ ഉപ്പയുണ്ട്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ബാഫക്കി തങ്ങൾ വഫാത്താകുമ്പോൾ അന്ന് ഹറമിലുണ്ടായിരുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. ജുമയുടെ സമയം, ഹജ്ജിന്റെ സമയത്ത് ജുമയുടെ ദിവസം ജുമാ നിസ്കാരത്തിന്റെ സമയത്താണ് ബാഫക്കി തങ്ങൾ അന്തരിക്കുന്നത്. ജുമാ നിസ്കാര ശേഷം ബാഫക്കി തങ്ങളുടെ മയ്യത്ത് കഅബാലയത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അവിടെ വെച്ച് മയ്യത്ത് നിസ്കരിക്കുന്നു. ആ ഹജ്ജിന് വന്ന അത്ര മുസ്ലിങ്ങൾ ലോകത്ത് ഒരു പക്ഷേ ഹജ്ജിന് സമ്മേളിക്കുന്ന അത്ര വേറെ എവിടെയും സമ്മേളിക്കില്ലല്ലോ. ആ നിസ്കരിച്ചിട്ട് ഖദീജ ബീവിയുടെ കാൽ ചുവട്ടിലാണ് ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ പതാകയുണ്ടല്ലോ, ഈ ഹരിത പതാക ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഉയർത്തിപ്പിടിച്ച പതാകയാണ്. ഈ പതാക പിടിച്ച അഭിനന്ദനായ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കൊയിലാണ്ടിയിൽ 1946 സത്താർ സേട്ടു സാഹിബിനെ 2ാമതും പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന സമ്മേളനത്തിലേക്ക് കടന്നു വരിക. ബാഫക്കി തങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ സദസ്സിലേക്ക് കയറി വരുമ്പോ CHന്റെ വാപ്പ കൂടെയുള്ള ആളോട് ഇങ്ങനെ പറഞ്ഞു, എന്താ ഇപ്പൊ തങ്ങളുടെ ഒരു പ്രൗഢി, എനിക്ക് ബാഫക്കി തങ്ങൾക്കൊന്ന് കൈ കൊടുത്താൽ കൊള്ളാന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും നിർമ്മലമായ ആഗ്രഹം. നമ്മൾ പാണക്കാട്ടെ തങ്ങന്മാരൊക്കെ വരുമ്പോ ഇത് ഈ പരിപാടിക്ക് വന്ന ലീഗിന്റെ ഒരു അനുഭാവിക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, തങ്ങൾക്കൊന്ന് കൈ കൊടുത്തേക്കാം, എന്നവാ ഒന്ന് കൈ കൊടുക്കാം. തങ്ങളുടെ അടുത്ത് പോയപ്പോൾ തങ്ങളൊരു ചെയറിൽ ഇരിക്കുകയാണ്. തങ്ങളുടെ അടുത്ത് പോയിട്ട് കൈ കൊടുത്തു, അസ്സലാമു അലൈക്കും എന്ന് കൈ കൊടുത്തു. തങ്ങൾക്ക് കൈ കൊടുക്കുമ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, നിങ്ങളെ സ്കോളർഷിപ്പ് ഒക്കെ പഠിച്ചൊരു കുട്ടി ഉണ്ടല്ലോ കോയ, അവന്റെ വാപ്പയാണെന്ന്. ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ സാധുവായ പാമരനായ കോയോട്ടി എന്ന് നാട്ടുകാർ വിളിക്കണ പയ്യമ്പലത്തിൽ ആലി മുസ്ലിയാരുടെ മുമ്പിലാണ് എണീറ്റു. തങ്ങളെങ്ങനെ ചേർത്ത് പിടിച്ചു.
ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ആലി മുസ്ലിയാരെ, നിങ്ങൾ പുണ്യം ചെയ്ത പിതാവാണ്. ആലി മുസ്ലിയാർ ആകെ പതിരിപ്പോയി. ആരായി പറയുന്നത്? ബാഫക്കിത്തങ്ങൾ, അറക്കൽ അബ്ദുറഹ്മാൻ അലി രാജ സാഹിബും സത്താർ സേട്ടു സാഹിബും സീതി സാഹിബും പോക്കർ സാഹിബും ഒക്കെ എണീറ്റ് ഈ മനുഷ്യനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. നിങ്ങളെ മോനെ പറ്റിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും കൂടി പറഞ്ഞിട്ടുള്ളൂ. സത്താർ സേട്ടു സാഹിബ് പറയും, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പാർലമെന്റിലെ MP ആണ് പറയുന്നത്. ഈ മനുഷ്യനാകെ പതറിപ്പോയി. സ്കൂളിൽ പോയതിന് മകനെ തല്ലിയ വാപ്പയാണ്. നമ്മുടെ മോൻ കോയുണ്ടല്ലോ, അവൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവായി മാറാനുള്ള കുട്ടിയാണ്. വാപ്പ കൂട്ടുകാരനോട് പറയാണ്, ഞാൻ ഇനി പരിപാടിക്ക് നിൽക്കുന്നില്ല, വീട്ടിൽ പോവാണ്. ഓലമേഞ്ഞ വീട്ടിൽ ഉമ്മയും കുട്ടികളും കഞ്ഞെടുക്കുന്നിടത്തേക്കാണ് ഈ മനുഷ്യൻ ഓടിപ്പോകുന്നത്. ഓടിപ്പോയിട്ട് മകനെ ചേർത്ത് പിടിച്ച് ആഞ്ഞാഞ്ഞ് ചുംബിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോൻ. മുഖം പൊത്തിയിട്ട് വിങ്ങി വിങ്ങി കരഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് 16 വയസ്സുള്ളപ്പോൾ ഒരു പത്രത്തിന്റെ പത്രാധിപ സമിതിയിൽ വന്നത്. 20 വയസ്സുള്ളപ്പോ കുറ്റിച്ചിറയിലും 22 വയസ്സുള്ളപ്പോ കോഴിക്കോട്ടെ പരപ്പിൽ വാർഡിലും കോഴിക്കോട്ടെ മുനിസിപ്പൽ കൗൺസിലറായത്. 27 വയസ്സ് ഇതുവരെയുള്ള ചരിത്രത്തിൽ. 37 വയസ്സുള്ളപ്പോ നിങ്ങളൊക്കെ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരല്ലേ? CH വോട്ട് ചെയ്തവരോടല്ലേ? 37 വയസ്സുള്ളപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ സ്കൂൾക്ക് പോവില്ല. സ്കൂൾക്ക് പോകാതിരിക്കാൻ കാരണം എന്താണ്? പട്ടിണിയാണ്. ക്രിസ്ത്യൻ അഥവാ നാടാർ മുസ്ലിം പെൺകുട്ടികൾക്ക് CH സ്കൂളിൽ പോയ പൈസ കിട്ടും, സ്കോളർഷിപ്പ്. പെൺകുട്ടികൾ സ്കൂൾക്ക് പോയി തുടങ്ങി. നമ്മുടെ നാട്ടിൽ ആദ്യത്തെ സർവകലാശാല CH അത് അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒന്നും പഠിക്കാനേ കഴിയില്ലായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല 1968 CH കൊണ്ടുവന്നതാണ്. അതിന്റെ 30 കൊല്ലം മുന്നേ തിരുവനന്തപുരത്ത് 1938 കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ നിന്ന് വിഭജിച്ചാണ് കാലിക്കറ്റ് സർവകലാശാല CH കൊണ്ടുവന്നത്. കോഴിക്കോട്ടെ ലോ കോളേജ്, നമ്മുടെ നാട്ടിലെ കുറെ വക്കീലന്മാരൊക്കെ പഠിച്ചത് കോഴിക്കോട്ടെ ലോ കോളേജിലാണ്. ആ കോഴിക്കോട്ടെ ലോ കോളേജ് CH കൊണ്ടുവന്നതാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ പഞ്ചായത്തിലും സ്കൂൾ CH കൊണ്ടുവന്നതാണ്. നമ്മുടെ നാട്ടിലെ പ്രദേശത്ത് ഒരു പക്ഷേ മലബാറിലെ 90% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും CHന്റെ പാർട്ടിയും CH മുഹമ്മദ് കോയയും കൊണ്ടുവന്നതാണ്. കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങളിൽ ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് നടന്ന കാലം ചരിത്രത്തിൽ ഇതുവരെ 1967 മുതൽ 69 വരെ CH വിദ്യാഭ്യാസ മന്ത്രിയായ കാലമാണ്. CH മന്ത്രിയാവുമ്പോൾ നമ്മുടെ നാട്ടിൽ സർവകലാശാല ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ സർവകലാശാല കൊച്ചിയിൽ സാങ്കേതിക സർവകലാശാലയും CH കൊണ്ടുവന്നതാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലിങ്ങനെ ഉയർത്തി കൊണ്ടുവന്നത് CH മുഹമ്മദ് കോയയാണ്. ഇങ്ങനെ ഇത് സമർപ്പിച്ചുണ്ടാക്കിയതാണ് ലീഗ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പതാക പിടിക്കാൻ നമുക്ക് എന്താണ് അർഹത? ഈ മൈക്കിന് മുമ്പിൽ സംസാരിക്കുമ്പോൾ ഒറ്റ പേടിയുള്ളൂ. കാരണം അത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സംസാരിച്ച മൈക്കാണ്. മരിക്കണ സമയത്ത് കലിമ ചൊല്ലിയാണ് അള്ളാഹുവിലേക്ക് പോയത്. മരിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പലരും വന്ന കൂട്ടത്തിൽ ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിന്റെ അച്ഛൻ കലൈഞ്ചർ കരുണാനിധിയാണ് വന്നത്. കരുണാനിധി ഇസ്മായിൽ സാഹിബിനോട് ഭയങ്കര ഇഷ്ടമാണ്. കരുണാനിധി ആദ്യമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിനി അണ്ണാദുര ഇല്ല. അണ്ണാദുര പോയല്ലോ. നമ്മുടെ നേതാവ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് നമ്മുടെ തലൈവർ. അദ്ദേഹത്തിന് പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയാൽ മതി. ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിക്ക് മന്ത്രിവാഹനങ്ങളുടെ വ്യൂഹം വരികയാണ്. 10-37 മന്ത്രിമാരും മുഖ്യമന്ത്രിയും. അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഉണ്ട്, ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിന് അടുത്ത പരിചയക്കാരനാണ്. അദ്ദേഹം ഇസ്മായിൽ സാഹിബിനോട് വന്നിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയെ കണ്ടു വരുന്നുണ്ട്. ഇത് പടച്ച റബ്ബേ, വന്നതല്ല, അങ്ങയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് ചായ ഉണ്ടാച്ച സമ്പത്തുണ്ടാക്കാമായിരുന്നുവെങ്കിൽ, കോടിക്കണക്കിന് ആസ്തി സമ്പത്തുണ്ടാക്കാമായിരുന്ന ജോലി വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ലീഗ് നിലനിർത്തുകയും ചെയ്ത ഇസ്മായിൽ സാഹിബ് മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് കരുണാനിധി കാണാൻ വന്നപ്പോ കലിമ ചൊല്ലുന്നതിന് മുമ്പ് അവസാനമായി സംസാരിച്ചത് എന്താണെന്നറിയോ? ഇന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സങ്കടം തോന്നി. ആരോ പറഞ്ഞു കരുണാനിധി കാണാൻ വന്നിട്ടുണ്ടെന്ന്. ഒന്ന് മെല്ലെ കണ്ണു തുറന്നു, അർദ്ധബോധാവസ്ഥയിൽ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് എന്തേ മനുഷ്യൻ പറഞ്ഞെന്നറിയോ? കലൈഞ്ചർ കരുണാനിധി, മുസ്ലിം ഉമ്മത്തിന് അങ്ങ് ചെയ്തു തന്ന സേവനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ടാണ് ന്യൂ കോളേജിൽ നിന്ന് വല്ലാജാൻ മസ്ജിദിലേക്ക് മയ്യത്തുണ്ടാവുമ്പോ ടാങ്കർ ലോറി കൊടുത്തിട്ട് വെള്ളാണ്ട് നനച്ചത്, റോഡ് നനച്ചത്. എന്തിനാണ്? ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുഖ്യമന്ത്രി കലൈഞ്ചർ കരുണാനിധി കാലിൽ ചെരുപ്പിടൂല, മുഖ്യമന്ത്രിയുടെ കാല് കൊള്ളാതിരിക്കാൻ. കരുണാനിധിയുടെ കൂടൊപ്പം
നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് നിസ്കാരത്തിന്റെ ഫോട്ടോ. 2 മനുഷ്യർ നിസ്കരിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. ഒന്ന് കലൈഞ്ചർ കരുണാനിധിയും ഒന്ന് MGRുമാണ്. MGR ആണ് മയ്യത്ത് കട്ടിലിന് മുമ്പിൽ പിടിച്ചത്. എന്റെ തലൈവരുടെ മയ്യത്ത് കബറടക്ക ചടങ്ങുകൾക്ക് ഞാൻ നേതൃത്വം നൽകുന്ന വാശി MGRനുണ്ടായി. ആർക്കാട്ട് നവാബുമാരെ മാത്രം അടക്കം ചെയ്ത ഭൂമിയിലാണ് ഇസ്മായിൽ സാഹിബ് മദ്യവിശ്രമം കൊള്ളുന്നത്. സൂഫി വര്യനെ പോലെ ജീവിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ കുറെ ആൾക്കാർ വോട്ട് ചോദിക്കാൻ വരാതെ ജയിച്ചിട്ടുണ്ട്. സഖാവ് കുഞ്ഞാലി നിലമ്പൂരിൽ നിന്ന് ജയിച്ചത്, പശുംപൊൻ മുത്തുരാമലിംഗ ദേവരൊക്കെ പോലത്തെ ആളുകളൊക്കെ ജയിച്ചത് വോട്ട് ചോദിക്കാൻ വരാതെ. പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ 3 തവണ ഒരു മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാതെ, നേരിട്ട് വോട്ട് ചോദിക്കാൻ വരാതെ ജയിച്ച ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നാണ്. ഈ ഖായിദെ മില്ലത്ത് എന്ന വാക്കുപോലും വിളിച്ചത് തമിഴ്നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും മഹാപണ്ഡിതൻ അല്ലാമ അമാനി ഹസ്രത്താണ്. അമാനി ഹസ്രത്താണ് ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് 1946 ഇസ്മായിൽ സാഹിബിനെ ചൂണ്ടി അങ്ങ് ഖായിദെ മില്ലത്താണെന്ന് പറഞ്ഞു. അമാനി ഹസ്രത്തിനെ വിളിച്ചത് അങ്ങ് ഷെയ്ഖുൽ മില്ലത്താണ് എന്ന് ഇസ്മായിൽ സാഹിബും വിളിച്ചു. രണ്ടുപേരും പിന്നീട് അങ്ങനെയാണ് അറിയപ്പെട്ടത്. ഇങ്ങനത്തെ മനുഷ്യരുണ്ടാക്കിയതാണ്. പാണക്കാട്ടെ പൂക്കോയ തങ്ങളെ കണ്ടവരും ഒരുമിച്ച് പ്രവർത്തിച്ചവരോടുണ്ട്. പാണക്കാട്ടെ പൂക്കോയ തങ്ങളെ പറ്റി എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്. അദ്ദേഹം ഈ പ്രസവമൊക്കെ എടുക്കുമ്പോൾ പാണക്കാട്ടെ തങ്ങളെ കണ്ട് ദ്വാരിപ്പിക്കാൻ കുറെ ആൾക്കാരൊക്കെ കൊണ്ടുവരായിരുന്നു. പാണക്കാട്ടെ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, ഇപ്പോൾ മുനവറൽ തങ്ങളൊക്കെ പാർക്കുന്ന വീട് മുഹമ്മദ് അലി തങ്ങൾ പുതുക്കി പണിയുന്നതിന് മുമ്പുള്ള പഴയ ഓടിട്ട വീടുണ്ടല്ലോ, ആ ഓടിട്ട വീട്ടിൽ തങ്ങൾ താമസിക്കുന്ന കാലത്ത് അവിടെ കറണ്ട് കിട്ടിയിട്ടില്ല. രാത്രി ഒരു ഉമ്മയും ബാപ്പിയും മോളും കൂടി തങ്ങളെ കണ്ട് ദ്വാരിപ്പിക്കാൻ വന്നതാണ്. തങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. വാതിൽ മുട്ടി വിളിച്ചു, കേൾക്കുന്നില്ല. നല്ല മഴ പെയ്തത് കാരണം ഇവർക്ക് തിരിച്ചു പോകാനും കഴിഞ്ഞില്ല. പാണക്കാട്ട് തങ്ങളെ ഒരുപാട് വിളിച്ചു. സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ വുളു ചെയ്യാൻ വേണ്ടി വാതിൽ തുറന്നപ്പോ ഒരു ഉമ്മയും ബാപ്പിയും മോളുണ്ട് ഇറയത്ത് കയറി. പൂക്കോയ തങ്ങളിൽ ആകെ വ്യസനിച്ച് ഈ മനുഷ്യർ മുഴുവൻ അകത്തു കൊണ്ടേ ഇരുന്നിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നൊന്ന് സൗണ്ടിൽ വിളിച്ചൂടായിരുന്നു? തങ്ങളെ ഞങ്ങൾ ഒരുപാട് വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കേൾക്കുന്നുണ്ടായിരുന്നില്ല, മഴ കാരണം പ്രത്യേകിച്ചു. എന്നാലും ഒന്ന് വിളിച്ചൂടായിരുന്നു എന്നാണ് തങ്ങൾ. അവരെ യാത്രയാക്കി. ആ വട്ടമേശ ഉണ്ടല്ലോ പഴയ, അവിടെ ഒരു മരക്കസാര ഉണ്ടല്ലോ, ആ മരക്കസാരയിൽ ദുഃഖിച്ചിങ്ങനെ ഇരിക്കുകയാണ്. തങ്ങളോട് ചോദിച്ചു, എന്തു പറ്റി തങ്ങൾക്ക്? അഹ്മാദിച്ച് ചോദിക്കുകയാണ്. ഒന്നുമില്ല. പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ പ്രിയമുള്ളവരെ അതിനുശേഷം റൂമിൽ ഉറങ്ങിയിട്ടില്ല. 4 കള്ളിയുള്ള ഒരു ജനാലുണ്ടാക്കിയിട്ട് അതിനിപ്പുറത്ത് കട്ടിലിട്ടിട്ടാണ് ഉറങ്ങിയത്. അതിലൊരു ജനൽ പൊളി അടക്കൂല. ആര് വന്നു മുട്ടി വിളിച്ചാലും സമുദായത്തിന് തുറന്നു വിളിക്കായിരുന്നു. ആ പാണക്കാട്ടെ തങ്ങൾ ലീഗായതിന്റെ പേരിൽ പുതിയറ ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ പുതിയറ ജയിലാംബർ മരക്കാർ ഹാജി സഹതടവുകാരൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ മനുഷ്യൻ ത്യാഗം ചെയ്തുണ്ടാക്കിയത്, സമർപ്പിച്ചുണ്ടാക്കിയത്. ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബ് ലീഗിലെ ദുൽഖർ സൽമാൻ ഇരുന്നു. അത് ലീഗിന്റെ കൊടി വെട്ടാൻ പാടില്ലാത്ത കാലത്ത് MPM അസൻകുട്ടി കുരിക്കളെ കാറിൽ കൂട്ടിയിട്ട് അംബാസഡർ കാറിന്റെ മുകളിൽ കൊടി വെച്ച് കെട്ടിയിട്ട് ഇങ്ങളെ ഈ റോട്ട് കൂടിയാണ് കോഴിക്കോട്ടേക്ക് ഓടിച്ചു പോയത്. കോഴിക്കോട്ടെ കലക്ട്രേറ്റിൽ നോമിനേഷൻ കൊടുത്തിട്ട് ഖായിദെ മില്ലത്തിനെ ഇവിടെ കൊടുന്നിറക്കിയാൽ, കോയപ്പത്തോടി അഹമ്മദ് ഹാജി മരിച്ചതിന് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പാണ് കോട്ടക്കൽ മണ്ഡലം. ഖായിദെ മില്ലത്തിന് ഇവിടെ കൊടുന്നാൽ ഞങ്ങൾ ചിരട്ടമാല ഇടുന്നു പറഞ്ഞവരെ മുമ്പിലൂടെ കോഴിക്കോട്ട് ഇറക്കിയിട്ട് തുറന്ന വാഹനത്തിൽ കൊടുന്ന് ഖായിദെ മില്ലത്തിനെ സംസാരിപ്പിച്ച ആൺകുട്ടികളുണ്ടായി. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ MK ഹാജിയെ പോലത്തെ മനുഷ്യർ. 250 ഉറുപ്പ്യ ഞങ്ങൾ തരും, 50 ഉറുപ്പ്യ ഞങ്ങൾ ഉണ്ടാക്കണം, എന്നാ ഒരു എത്തിങ്കാനൊക്കെ ഞങ്ങൾ അനുമതി തരാം. JDT നിന്ന് വന്ന പ്രതിനിധി 1 ഉറുപ്പ്യ ഇല്ലാത്ത കാലത്ത് 50 ഉറുപ്പ്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ എന്തു ചെയ്യും? അള്ളാന്റെ ഖജാനയിൽ പണമുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. 3 കണ്ടത്തിൽ അഹമ്മദ് പ്രഖ്യാപിക്കുക, എന്റെ കൂടെ വരണോ മദിരാശിയിൽ കൈവണ്ടി വലിക്കാൻ? മദിരാശിയിൽ കൈവണ്ടി വലിച്ചാണെങ്കിലും ഞങ്ങളെ നാട്ടിലെ എത്തിയും കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കും. ആ MK ഹാജി ഉണ്ടാക്കിയതാണ്. CD സാഹിബിന്റെ നേതൃത്വത്തിൽ, KM മൗലവി സാഹിബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ് തിരൂരങ്ങാടി എത്തിങ്ങാന. MK ഹാജിയുടെ മൂത്ത മകൻ ബാവ സാഹിബ് നമ്മളെല്ലാരും വിളിക്കും. ബാവ സാഹിബിന്റെ പേരെന്താ? ബാവ സാഹിബിന് പേരിടണം. ബാഫക്കി തങ്ങൾ വന്നിട്ടിട്ടാ മതിയാണ്. ബാഫക്കി തങ്ങൾ മടിയിലെടുത്തിട്ട് അബ്ദുറഹ്മാൻ എന്റെ പേരെന്നെ. ഇങ്ങനത്തെ മനുഷ്യർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോ കോട്ടക്കല്ലേ ചിറകിന് പോയപ്പോ ഒരാൾ അനൗൺസ് ചെയ്ത് വിളിച്ചു, 50 കൊല്ലമായിട്ട് തുടർച്ചയായി ചന്ദ്രിക വായിക്കുന്ന, ചന്ദ്രികയുടെ പ്രചരണം ഏറ്റെടുത്ത ഒരാളെ ആദരിക്കുക.
മൂപ്പർക്ക് ആദരിക്കാൻ ഇപ്പോഴും അതേ ഈമാനോടുകൂടി നിലനിൽക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് ലീഗായിട്ട് മരിച്ചാൽ മതി. എന്ത് കണ്ടിട്ട്? ഒരു പഞ്ചായത്ത് മെമ്പറായോ, MP ആയോ, MLA ആയോ, കുട്ടിക്ക് സീറ്റ് കിട്ടിയോ? ഇല്ല. അതൊരു ആത്മാർത്ഥതയാണ്. അങ്ങനെ സമർപ്പിച്ച കുറെ മനുഷ്യർ. ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ വലിയ വലിയ നേതാക്കന്മാരെ കഥകളാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടാവും ഇങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാർ. ലീഗുണ്ടായ, ലീഗ് മനസ്സിൽ കനല് പോലെ പേറിയ മനുഷ്യർ. ആ മനുഷ്യരുണ്ടല്ലോ, ഈ കൊടി ഒരു തമ്പ്രാന്റെ മുമ്പിലും താഴ്ത്തിക്കെട്ടാൻ തയ്യാറായിട്ടില്ല. നെഞ്ചു വിരിച്ച് നിന്ന് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുള്ളൂ. നമുക്കും അങ്ങനെ വിളിക്കണം. പിറകിലേക്ക് നോക്കുക. സ്ഫുരിക്കുന്ന താടി രോമങ്ങളാൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി ആവണോ എന്ന് സുഭദ്ര ജോഷി ചോദിച്ചപ്പോ, ഞാൻ രാഷ്ട്രപതിയായാൽ എനിക്ക് എന്റെ സമുദായത്തിന് എന്ത് ഗുണാണ് ഉണ്ടാവുക എന്ന് തിരിച്ചു ചോദിച്ച ഖായിദെ മില്ലത്തിനെ കാണാം. നെറ്റി വിയർക്കുമാർ ചിന്തിക്കുന്ന സീതി സാഹിബിനെ കാണാം. സമുദായം സമുദായം ഇങ്ങനെ പ്രൗഢിയുള്ള ശരീരത്താൽ. നിങ്ങൾ എന്തിനാണ് വിമാനമിറങ്ങിയത്? അച്യുതമേനോൻ എന്നെ ബാഫയ്ക്ക് തങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി. ആ നൃത്തം കാണാം. പൂക്കോയ തങ്ങൾ കുറിയ മനുഷ്യനാണ്. ആളുകളോട് ഇങ്ങനെ സൂഫിയെ പോലെ സംസാരിക്കുന്ന പൂക്കോയ തങ്ങളെ കാണാം. അതിനുപ്പുറത്ത് നെഹ്റുവിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിനോ എന്ന് പറഞ്ഞ പോക്കർ സാഹിബ് മുതൽ ഇന്ത്യയുടെ പാർലമെന്റിനെ മാന്യത കൊണ്ടും വാനോളം ഉയർത്തിയ സെട്ടു സാഹിബിനെയും കാണാം. മുസ്ലിം ലീഗുകാരൻ ഇന്ത്യ എന്ന ബോർഡിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന അഹമ്മദ് സാഹിബിനെ കാണാം. ഇന്ന് നരേന്ദ്രമോദിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി സമുദായത്തിന്റെ വിഷയത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് കൈ ചൂണ്ടി പ്രഖ്യാപിക്കുന്ന ബഷീർ സാഹിബിനെ കാണാം. സമുദായത്തിന്റെ ഒരു വിഷയം വരുമ്പോ, ന്യൂനപക്ഷങ്ങളുടെ ഒരു വിഷയം വരുമ്പോ നിയമസഭക്കകത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും കാണാം. പുതിയ കാലത്ത് പുതിയ വിചാരപ്പെടലുകളിൽ എനിക്കൊരു കാര്യം മാത്രമാണ് പങ്കുവെക്കാനുള്ളത്. വീര്യമുള്ള വാപ്പാര മക്കളാണ് നമ്മൾ. ആ വാപ്പാരി കൊടി പിടിച്ച് നമുക്കിന്ന് പകർന്നു നൽകിയിട്ടുണ്ട്. ആ പകർന്നു നൽകിയവരാണ് ഈ മുമ്പിലിരിക്കുന്നത്. ഈ കൊടി പിടിച്ച് നെഞ്ചൂക്കോടുകൂടി നെഞ്ചു വിരിച്ച് മുമ്പോട്ട് നയിക്കുക, നടന്നുകൊണ്ടേയിരിക്കുക. മുസ്ലിം ലീഗ് സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുസ്ലിം ലീഗ് പാട്ടുകളും മാപ്പിളപ്പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് പ്രഗത്ഭനായിട്ടുള്ള ഷിഹാബ് പൂക്കളത്തൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ആശംസ പ്രസംഗം, അത് കഴിഞ്ഞ് നന്ദി പറഞ്ഞ ഉടൻ നമ്മുടെ ഈശ്വൽ വിരുന്ന്. വേറെ പാട്ടുകളൊന്നുമില്ല, മുസ്ലിം ലീഗിന്റെ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും മാത്രം ഉള്ള ഒരു 1/2 മുക്കാൽ മണിക്കൂറുള്ള ഒരു